ഇപ്പോൾ നമ്മുടെ അനുഭവത്തിൽ ഒരു 50-60 വർഷം എടുത്തു മാത്രം നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികളല്ലേ ഇവിടെ ഈ 10 വർഷം കൊണ്ട് ഏറ്റെടുത്തിട്ടുള്ളത്. എന്തെല്ലാം പദ്ധതികളാണ്, ഏതെല്ലാം തരത്തിലുള്ളതാണ്. അതിലും കിഫ്ബി വഹിച്ച പങ്ക് വളരെ പ്രധാനമല്ലേ. നമ്മളെ ഖജനാവിൻ്റെ ശേഷി മാത്രം ഉപയോഗിച്ചാണെങ്കിൽ ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയും. നമ്മൾ കാണുന്നത് 2016 ഞങ്ങൾ സ്തംഭിച്ച് നിൽക്കത്തക്ക രീതിയിലുള്ള ആവശ്യങ്ങളില്ലേ വരുന്നത്. എല്ലാം പ്രധാനപ്പെട്ട ആവശ്യങ്ങളില്ലേ. എന്തു ചെയ്യും? ആവശ്യത്തിന് പണമില്ല. അപ്പോഴാണ് പണം കണ്ടെത്തുന്നതിനുള്ള ഒരു സമാന്തര സാമ്പത്തിക സ്രോതസ്സ് വേണം എന്ന് കണ്ടത്. അങ്ങനെ ആ സാമ്പത്തിക സ്രോതസ്സായിട്ടാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. അന്നതിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി പറഞ്ഞല്ലോ. 50,000 കോടി രൂപയുടെ പശ്ചാത്തല വികസന പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ 5 വർഷം കൊണ്ട് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് അതിനെ എതിർക്കേണ്ട കാര്യം? അപ്പം തന്നെ എതിർത്തല്ലോ, പിന്നീടല്ല. ആ ഘട്ടത്തിൽ എന്തിനാണ് എതിർക്കുന്നത്? കേരളത്തിൽ അങ്ങനെ ഒരു പദ്ധതി ഒരു ഗവൺമെൻറ് നടപ്പാക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന് നല്ലതാണ് എന്നല്ലേ ചിന്തിക്കേണ്ടത്. പക്ഷേ എത്ര കടുത്തി എതിർപ്പ്. ആളുകളെ പറ്റിക്കാനല്ലേ? നിങ്ങൾക്ക് എവിടുന്ന് പണം കിട്ടാനാണ്? മലപ്പൊടിക്കാരുടെ സ്വപ്നമല്ലേ? അങ്ങനെ പരിഹാസം, പുച്ഛം, ശക്തമായ എതിർപ്പ് എല്ലാം കൊണ്ടുവന്നില്ലേ. നമ്മുടെ അനുഭവം എന്താ? 5 വർഷമായപ്പോൾ 50 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഏറ്റെടുത്തത്. എല്ലാ മണ്ഡലത്തിലും നോക്കും. ഈ പറയുന്ന വ്യക്തിയുടെ മണ്ഡലം അടക്കെടുത്ത് പരിശോധിച്ചോളൂ. എല്ലായിടങ്ങളിലും കിഫ്ബിയുടെ പദ്ധതികൾ കാണുമല്ലോ. ഇപ്പോൾ എത്രയായി? 1,10,000 കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്ത് ഏറ്റെടുത്തത്, കിഫ്ബി മുഖേന മാത്രം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഒരു 50-60 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതികൾ ഈ 10 വർഷം കൊണ്ട് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. പക്ഷേ എത്ര കഠിനമായ എതിർപ്പ്, ഏതെല്ലാം തരത്തിലുള്ള എതിർപ്പ്. എവിടുന്ന് പണം കിട്ടാനാന്ന് പറഞ്ഞിട്ട് മസാല പോട്ടെടുത്ത് കിട്ടിയല്ലോ, കൃത്യമായി തിരിച്ചടച്ചല്ലോ. നല്ല മികവാർന്ന ധനകാര്യ മാനേജ്മെൻറ്റല്ലേ അതിനകത്തുള്ളത്. പക്ഷെ അതിനെ അപകീർത്തിപ്പെടുത്താനല്ലേ ശ്രമം. അതിൻ്റെ തുടർച്ചയായി ഇപ്പോഴും ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. ജനങ്ങൾ അതൊന്നും സ്വീകരിക്കുന്നില്ല. അതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. ജനങ്ങളാകെ ഇതിനെല്ലാം പിന്തുണയാണ്. സ്കൂൾ വേണ്ടേ? ആശുപത്രി വേണ്ടേ? റോഡ് വേണ്ടേ? പാലം വേണ്ടേ? ഫ്ലൈ ഓവർ വേണ്ടേ? ഓവർ ബ്രിഡ്ജുകൾ വേണ്ടേ? നാട്ടിൽ നടപ്പാക്കപ്പെട്ട വിവിധ പദ്ധതികൾ വേണ്ടേ? ഇപ്പോൾ നാഷണൽ ഹൈവേക്ക് നമ്മൾ കെട്ടിവെക്കേണ്ടി വന്ന 5,640 കോടി രൂപ കിഫ്ബിയിൽ നിന്നല്ലേ എടുത്തത്. മലയോര ഹൈവേ, തീരദേശ ഹൈവേ 10,000 കോടി, അത് കിഫ്ബിയല്ലേ ചിലവാക്കുന്നത്. എന്തെല്ലാം പദ്ധതികളാണ് നാട്ടിൽ. ഇതെല്ലാം കണ്ടിരിക്കുന്ന ജനങ്ങളോട് മറ്റൊരു കാര്യം പറഞ്ഞാൽ അത് ജനങ്ങൾ അംഗീകരിക്കും. അതാണ് നാം കാണേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.